making kapsa rice. കപ്സ റൈസ്. അപ്പൊ നമ്മൾ ഇന്നൊരു കപ്സ റൈസ് ഉണ്ടാക്കാൻ പോകും. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് ജോബുട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യും. This is some soaked basmati rice എത്ര മിനിറ്റ് സോക്ക് ചെയ്തു? for 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് 30 minutes. ബസ്മതി റൈസ് ആണ് കേട്ടോ. Basmati rice. ഓക്കെ, വേണ്ട. Okay, this is 30 4 minutes cups of basmati rice. ഇനി ഇത് 1 kg അതിൽ കൂടുതലുണ്ടെന്നോ അല്ലേ? കുറച്ചുകൂടെ അധികം ഉണ്ട്. അത്രയും ബീഫാണ്. പിന്നെ Salt, kapsa masala, chicken stock, chili, some dry lemons. This is capsicum, puree, some finely cut onions, green chilies cut, crushed ginger and garlic. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ്. കപ്സ റൈസ് ചെയ്യാനായിട്ട് മെയിൻ ഷെഫിനെ വെൽക്കം ചെയ്യാം. വരൂ ജോബ്സൺ അലോഷ്യസ് ജോസഫ്. അറിയില്ല, കഴിഞ്ഞ നമ്മള് വീഡിയോയില് ബട്ടർ ചിക്കൻ ചെയ്തതാണ്. അപ്പൊ ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു ഒരു ബിരിയാണി. ഇത് കപ്സ റൈസ് ആണ്. ഇന്നൊരു സമയമുള്ളപ്പോ നമുക്ക് ബിരിയാണി കിട്ടും. ഓക്കെ, അപ്പം തുടങ്ങാം. അപ്പോൾ ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു കുക്കറൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുക. ചൂടാകുമ്പോൾ നെയ്യും പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞതും ചേർക്കുക. സവാള ഇട്ട് അയറ്റിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സവാള വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇടും. ഓക്കെ, സവാളയാണ് അപ്പൊ ആദ്യം ഇടുന്നത്. ആദ്യം ഇത് വഴറ്റിയിട്ട് ആ, ചുപ്പിട്ടു. നല്ല മണം നെയ്യുടെ. അപ്പൊ ഇതായിട്ടുണ്ട്. നമ്മള് സവാള ആയിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് നമ്മൾ ഇടുവാണ്. സോർട്ട് ചെയ്യണം. അതിന് മുളകും കൂടെ അതിൻ്റെ ഇടാം, കുഴപ്പമില്ല. എരിവില്ലാത്ത മുളകാണേ. 2 മുളക് നമ്മൾ ഇട്ടു. ഓക്കെ, അതെ, ഇന്ന് എരി കുറച്ച് മതി, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. ജിഞ്ചർ ഗാർലിക് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ കപ്സ മസാല ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഓക്കെ, മസാല ഇടുമ്പോൾ തീ കുറച്ച് വെക്കണം, ഓക്കെ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. അപ്പൊ അതൊന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിൽ പ്യൂരി ഇടും. ആ, അപ്പൊ ആദ്യം മസാല പിന്നെ ടൊമാറ്റോ പ്യൂരി. ടൊമാറ്റോ പ്യൂരി. അതിന്റെ കൂടെ നമ്മള് ടൊമാറ്റോ പ്യൂരി ഇടുകയാണ്. എത്രയാ? ഇടാം ഒരു 5 ചേട്ടനെല്ലാം നോട്ടക്കണക്കും കൈക്കണക്കുമാണ്. ഒരു 8 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് 2 ചിക്കൻ സ്റ്റോക്ക് ഇടുവാണ്. കിട്ടിയ ചിക്കൻ സ്റ്റോക്ക് മേടിക്കാൻ കിട്ടും. അല്ല, ഇതിനിടെ അലിഞ്ഞു പോകും. ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഇടും. 2 ചിക്കൻ സ്റ്റോക്ക് ഇട്ടു. പിന്നെ 2 ഡ്രൈ ലെമൺ. ഇതൊക്കെയുള്ള ഇതിൻ്റെ സ്പൈസ്. അല്ലാതെ നമ്മുടെ പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട അല്ലേ? ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഈസി കുക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഇളക്കി യോജിപ്പിച്ച് നമ്മൾ നല്ല തിളച്ച വെള്ളം മുമ്പേ റെഡിയാക്കി വെച്ചേക്കാം. തിളപ്പിച്ച വെള്ളം റെഡിയാക്കി വെച്ചേക്കാം. ഏകദേശം 1 കിലോയും ഇച്ചിരിയുടെ ഉണ്ട് ഇറച്ചി. വെള്ളം നമ്മൾ ഇറച്ചി വേകാൻ വേണ്ടിയുള്ള വെള്ളം. വെള്ളം കൂടുന്നോണ്ട് കുഴപ്പമില്ല, നമുക്ക് റൈസിന് വെള്ളം വേണം. ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഇത് തുറക്കുമ്പോൾ കാണിക്കാം. പിന്നെ നമ്മള് ഉപ്പ്, റൈസിന് ഉപ്പ് വേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണല്ലോ ഇനി വേവിക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ഉപ്പിടാം. പിന്നെ ഓൾറെഡി നമ്മുടെ ചിക്കൻ സ്റ്റോക്കിനകത്ത് കുറച്ച് ഉപ്പുണ്ട്. പിന്നെ ലാസ്റ്റ് കറിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചേർത്താൽ മതി വേണ്ടത്. ഇനി നമ്മൾ ബീഫ് വേവിക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് ഈ കപ്സ റൈസിന്റെ പ്രത്യേകത എന്തുകൂട്ടാ? കപ്സ റൈസ് സിമ്പിൾ ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. സൗദിയിൽ നിന്ന് ഉണ്ടായ ഒരു റൈസ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. റൈസ് പിന്നെ കുറച്ച് ഏത് ചിക്കനായാലും ബീഫായാലും നമുക്ക് ചെയ്യാം.
പിന്നെ പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എരിവൊന്നുമില്ല, അധികം സ്പൈസി അല്ല. അങ്ങനെ അടയ്ക്കുകയാണ്. ഇതിന് എത്ര മിനിറ്റാ? ഒരു വിസിലിട്ടിട്ട് നമ്മൾ അടച്ചു വെക്കും. ഒരു വിസിൽ. ഓക്കെ, തീ ഓഫ് ചെയ്യും. ഇറച്ചി പിന്നെയും ചോറ് ഉണ്ടാക്കുന്നത് പിന്നെയും വേണം. ആ ശരി ശരി. ഒരു വിസിൽ അടച്ചു വെക്കും. ഓക്കെ, നമ്മൾ റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലടിച്ചു കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രഷർ പോയപ്പോൾ തുറന്നു. ഇനി നമ്മൾ ഇതിലേക്ക് അരി ഇടാൻ പോവാണ്. നല്ല മണം. ചൂട് ചൂട് എന്താ നോക്കൂ. മാസ്റ്റർ ഷെഫ് വരൂ. അസിസ്റ്റന്റ് ഓക്കെ പറഞ്ഞു. നല്ല മണം. എന്റെ വായിന്ന് വെള്ളം വരുന്നു. അപ്പടനെ വെച്ചോളൂ കേട്ടാ. ശരി, അപ്പടനെ വിളിച്ചേ. അപ്പടെ വാ. റൈസിന് വേണ്ടിയിട്ടുള്ള സോൾട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. സോൾട്ട് ഒരു ഇച്ചിരി കൂടെ കപ്സ മസാല നമ്മൾ ആഡ് ചെയ്യുവാണ്. ഓക്കെ, റൈസിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കപ്സ മസാല ഇടുന്നു. ഓക്കെ, ക്യാപ്സിക്കം ഇട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്തു. നമ്മളപ്പോ മൊത്തം എത്ര വെള്ളം ഒഴിച്ചേ? വെള്ളം ഇറച്ചി വേവാനുള്ള വെള്ളം ഒഴിച്ചു, അരി ഇട്ടു, ഇറച്ചിന്നുള്ള വെള്ളം ഇറങ്ങി, അരിയും ക്യാപ്സിക്കും നമ്മൾ ഇപ്പൊ ഇട്ടു. ഇനി നമ്മൾ ജസ്റ്റ് റൈസിന്റെ മേളിൽ നിൽക്കുന്ന ടൈപ്പ് വെള്ളം ഒഴിക്കണം. ഫില്ല് ചെയ്യണം. അത് നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം. തിളപ്പിച്ച വെള്ളമാണേ, ചൂടുവെള്ളം. ജസ്റ്റ് റൈസിന്റെ മുകളിൽ നിന്നാൽ മതി. ക്യാപ്സിക്കം ഇട്ട് ഇത് ഇനി എത്ര മിനിറ്റാ? ഇത് 8 മിനിറ്റ് നമ്മൾ അപ്പം എല്ലാം സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്സ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടുന്നത് കപ്സ മസാല, ടൊമാറ്റോ പ്യൂരി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ബാക്കിയെല്ലാം ഏകദേശം ബിരിയാണിയുടെ ഐറ്റംസ് ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കുറച്ച് സ്പൈസി ആവാണ്ട് ചെയ്താൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതാണ് കപ്സ റൈസ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ വെച്ചിരുന്നായിരിക്കും കേട്ടോ. എങ്ങനെയുണ്ട്? യമ്മി. അമ്മ ഇഷ്ടപ്പെട്ടോ? ഇച്ചിരി കഴിക്കാം. അമ്മയ്ക്ക് അവിടെ സാധാ ബിരിയാണി ഇഷ്ടം. ഇത് കപ്സ റൈസാ മമ്മി. അപ്പോൾ ചേട്ടൻ്റെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.